ഹർത്താൽ പോലുള്ള സ്പെഷ്യൽ അവധി ദിവസങ്ങളൊക്കെ കിട്ടിയ ഇങ്ങനെയുള്ള നാട്ടുകറക്കങ്ങളൊക്കെ പതിവാണ്. ദാണ്ടെ ഇവനെ കൊണ്ട് 2 മാങ്ങ എറിയിപ്പിച്ചിട്ട് എറിഞ്ഞ കല്ല് പോലും തിരിച്ചു വന്നില്ല. പിന്നെ ഞാൻ തന്നെ ഇറങ്ങേണ്ടി വന്നു 2 മാങ്ങ ഇടാൻ. മാങ്ങയൊക്കെ പറിച്ച് അത് സെറ്റ് ചെയ്യാനുള്ള സമഗ്ര തയ്യാറെടുപ്പിലായിരുന്നു പിന്നെ നമ്മൾ. ഇവനാണെങ്കിൽ ബർത്ത്ഡേ കേക്ക് മുറിക്കുന്ന ലാഘവത്തോടെയാണ് മാങ്ങ മുറിക്കുന്നത്. മുറിക്കുന്ന മാങ്ങയാണെങ്കിൽ പ്ലേറ്റിലോട്ട് വീഴുന്നുമില്ല. അവസാനം മാങ്ങ കട്ട് ചെയ്യാൻ മുമ്പേ ദാണ്ടെ ഇവനെ തന്നെ ഇറക്കേണ്ടി വന്നു. ഇവനാണ് ഇതിൽ അഗ്രഗണ്യ മഹാഗഹൻ. അരികു മൂലയൊക്കെ അളന്നു മുറിച്ച് കട്ട് ചെയ്ത് ഒന്നുകൂടെ ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് വേണ്ട പരിപാടിയിലേക്ക് കടന്നു. ആവശ്യത്തിന് വേണ്ട ഉപ്പും മുളകും പോലത്തെ എല്ലാ അൾക്കുലത്ത് സാധനങ്ങളും അതിലിട്ടിട്ടുണ്ട്. ഏകദേശം സംഭവം സെറ്റായപ്പോൾ ഇവനെ കൊണ്ട് ടെസ്റ്റ് അടുപ്പിച്ച് നോക്കി. അളിയൻ ഓക്കെ പറഞ്ഞാൽ പിന്നെ ഡബിൾ ഓക്കെ. ഇരുന്ന് കഴിക്കാൻ ഒരു ആംബിയൻസും തപ്പി നമ്മൾ നേരെ പോയത് കായലിനോരത്താണ്. ഒരു ഡിപ്ലോമാറ്റിക് വാഴയിലയും വെട്ടി കഴുകി മിനുക്കി നമ്മൾ സാധനം അങ്ങോട്ട് വിളമ്പി. ഉപ്പും മുളകും പോലത്തെ എല്ലാ സാധനങ്ങളും ആവശ്യത്തിനായതുകൊണ്ട് ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല. പ്രകൃതി ഭംഗി ആസ്വദിച്ചുള്ള മാങ്ങാതീറ്റിയൊക്കെ കഴിഞ്ഞപ്പോൾ കായലിലിറങ്ങിയ ഒരു കുളി പാസ്സാക്കാമെന്ന് കരുതി. അങ്ങനെ കായലിൽ ചാടാനുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുമ്പോൾ അളിയനൊന്ന് സ്ലിപ്പായി. തണുത്ത വെള്ളത്തിൽ കാലും മരവിച്ച് വീണതിൻ്റെ വേദനയും മനസ്സിലാവാതെയുള്ള ഒറ്റ നിൽപ്പാണ് ദാണ്ടെ ഈ കാണുന്നത്. സുഖസുന്ദരമായ കുളിയൊക്കെ പാസ്സാക്കി നമ്മൾ നേരെ അടുത്ത പരിപാടിക്ക് പോയി.